അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ചെറിയ രീതിയിൽ നമുക്കൊരു റമദാൻ മെഡിറ്റേഷനിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ റമദാൻ മൂന്നാമത്തെ ദിവസത്തേക്ക് എത്തിയിരിക്കുന്നുണ്ടല്ലേ. എനിക്ക് 4 അപ്പോ ഈ 3 എന്താണ് ഇന്നത്തെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. റമദാൻ 3ന്റെ പ്രത്യേകത എന്താണ്? എന്താണ് റമദാൻ 3ന്റെ പ്രത്യേകത? ഫാത്തിമ ബീബിന്റെ വഫാത്ത് ദിനം. അതെ, ഫാത്തിമാവിന്റെ വഫാത്ത് ദിനമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫാത്തിമ ബേബിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതണം ഇൻഷാ അള്ളാ. അത് ക്യാമറ ഓൺ ലീവ് ആയതിനു ശേഷം എല്ലാവരും ഓടിക്കാൻ മതി. അപ്പോ അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ഒരു ജേണി, നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു യാത്ര, ഗ്രാറ്റിറ്റ്യൂഡിൽ മുങ്ങിക്കുളിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്താക്കപ്പെട്ട അള്ളാഹുവിന്റെ റഹ്മത്ത് വാരിയും കോരിയും ചൊരിഞ്ഞു തരുന്ന ഈ ഒരു മാസത്തിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മിലേക്ക് അള്ളാഹു എത്തിപ്പിച്ചു തരുന്നതിന് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് റബ്ബിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോ നമുക്കറിയാൻ വേണ്ടി പറ്റും റമലാനിന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ട് നമുക്ക് പല ദിക്കിൽ നിന്നും പല വേദിയിൽ നിന്നും നമുക്കൊന്ന് യൂട്യൂബ് തുറന്നാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും അല്ലെ. എത്രമാത്രം മഹാത്മ്യങ്ങളാണ് നമുക്ക് റമലാനിനെ കുറിച്ച് കേൾക്കാനുള്ളത്. പണ്ടത്തെ പോലെ ഒരു റമലാൻ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയും പോയിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിൽ വെച്ച് നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു ഫോണോ അല്ലെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പോ അങ്ങനെ എന്തോ ആവാം, ഏത് ഉപകരണവും ആവാം, അതിലേക്ക് ഒന്നൊരു ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിയാൽ നമുക്കിപ്പോ എവിടെ നിന്നും എല്ലാം ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറയണ്ടായി, നമ്മള് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, നമ്മളുടെ TV സ്ക്രീനുകളെ മൊത്തം മൂടി വെക്കണ ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ആ ഒരു TV സ്ക്രീനെ മൂടി വെക്കാൻ പറ്റാത്ത പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഇപ്പം ഇതില്ലാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം, അത് റമളാനിലാണെങ്കിലോ അതല്ലാത്ത സമയത്താണെങ്കിലോ അത് നമ്മൾക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ ഒരു അവയവം പോലെ, ഒരു പാർട്ട് പോലെ ആയി മാറിയിരിക്കുകയാണ്. നമുക്ക് എവിടെ പോകണം എന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം കയ്യിലെടുക്കുന്ന ഒരു വസ്തു മൊബൈൽ ആയിരിക്കാം. കാരണം അതില്ലാതെ നമുക്കിനി ഒരു പടി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് കാലഘട്ടം മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തിന്റെ അപ്ഡേഷൻ ആണത് അല്ലെ. നമുക്ക് പരസ്പരം കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ, പരസ്പരം ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ, പരസ്പരം കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് എന്ത് ആവശ്യമാണ്? നമുക്ക് ഒരു ഫോൺ ആവശ്യമാണ്. അപ്പൊ ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കാനും ബന്ധങ്ങളെ തകർക്കാനും ഈ ഒരൊറ്റ സാധനം കൊണ്ട് പറ്റും. നമുക്ക് നമ്മളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായാൽ ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പച്ചക്കറികൾ കട്ട് ചെയ്യാൻ പറ്റും, ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ചിക്കൻ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് സകലതും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടെങ്കിൽ. എന്നാൽ അതേ കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. അതേ കത്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവെയറാണ്. നമ്മളുടെ വീട്ടിൽ ഒരു കത്തി വീട്ടിലുണ്ടായിട്ടും ഇതുവരെ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയോ നമ്മുടെ കൂടെ താമസിക്കുന്നവരെയോ നമ്മൾ ആരെയും അപകടപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ തന്നെ നമ്മളൊരു പച്ചക്കറി അരിയുമ്പോഴോ മീൻ അരിയുമ്പോഴോ വെജിറ്റബിൾ അരിയുമ്പോഴോ അറിയാതെ നമ്മുടെ കയ്യിൽ ആ ഒരു കത്തി കൊണ്ട് ഒരു മുറിവ് പറ്റിയാൽ എത്ര വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു സ്പോട്ടിൽ അല്പം ബ്ലഡ് പോകുന്ന സമയത്ത് എത്ര ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് ഇല്ലേ. കുറച്ച് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്നൊന്ന് അല്പം മുറിഞ്ഞ് ആ ബ്ലഡ് പുറത്തു പോയാൽ ഇനി ഇത്രയും ബ്ലഡ് ഇനി എന്റെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിനെ നെവർ മൈൻഡ് ആക്കി പോകുന്ന ആളുകളുണ്ട്. അതേപോലെ നമ്മളുടെ വീട്ടിൽ ഈ ഒരു കത്തി ഉണ്ടാവുമ്പോൾ ഇത്രയും ദിവസമായിട്ടും നമ്മൾ ജനിച്ചത് മുതൽ, നമ്മൾ അറിയണത് മുതൽ, നമ്മൾ കേൾക്കുന്നത് മുതൽ നമ്മൾ ഈ കത്തിയെ കണ്ട് അറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ആ കത്തി കൊടുക്കുന്നുണ്ടോ? നമ്മുടെ 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ പ്രായമുള്ള കുട്ടിക്ക് നമ്മൾ ആ കത്തി കൊടുക്കാറുണ്ടോ? കുട്ടി നമ്മൾ അറിയുന്ന സമയത്ത് വാശി പിടിച്ച് അതിന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കത്തി കൊടുക്കാറുണ്ടോ? ഇല്ല. പക്ഷേ ഈ കത്തി നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ പോലും
നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏത് സാധനം കൊടുക്കാറുണ്ട്? 1 വയസ്സുള്ള കുട്ടിക്ക് പോലും മൊബൈൽ ഫോൺ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇതുവരെയായിട്ടും അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുന്നില്ല? കാരണം നമ്മൾ തന്നെ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ്. നാം നമ്മുടെ വീട്ടിലിരിക്കുന്ന കത്തിയെ നമ്മൾ ഏത് രീതിയിലാണോ ഉപയോഗിക്കാൻ പഠിച്ചത്, നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ കത്തിയെ നമ്മൾ ഏത് രീതിയിലാണോ ഉപയോഗിക്കുന്നുള്ളത്, ആ ഒരു അവയർനെസ് നമ്മൾക്ക് എന്തായിട്ടില്ല. നമ്മൾക്കുണ്ടായ ആ ഒരു അവയർനെസ് നമ്മളുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നമുക്ക് വന്നിട്ടില്ല. ആ അവയർനെസ് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ലായിരുന്നു? ആ ഒരു സാധനത്തെ നാം നമ്മുടെ കുഞ്ഞു മക്കളിലേക്ക് നമുക്ക് കൊടുക്കില്ലായിരുന്നു. ഇവിടെ എന്തിനാണ് ഞാൻ ഈ ഒരു സംഭവത്തെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത്? നമ്മുടെ കയ്യിലുള്ള നമ്മളുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രയോ നോളജ് നമുക്ക് നേടാൻ വേണ്ടി പറ്റും. ഇന്നും ഈ ഒരു റമദാനായിട്ടും എല്ലാ ദിവസവും രാവിലെ ഈ ഒരു 7:30 ക്ലാസ് തുടങ്ങും എന്ന് ആ ഒരു മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടും ഏകദേശം 500-ൽ കൂടുതൽ ആളുകളുടെ ഫോണിലേക്ക് ഈ മെസ്സേജ് പോകുന്നുണ്ട്. ഏകദേശം 500-ൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജ് പോയിട്ടും നമ്മളിൽ എത്ര പേരാണ് ഇവിടെ ജോയിൻ ആയിരിക്കുന്നുള്ളത്? വെറും 5 പേർ. ഞാനടക്കം 6 പേരാണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ട്? അവർ ആരും ഈ ഒരു മെസ്സേജ് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ അവർ ഈ ഒരു മെസ്സേജ് കാണാത്തത് എന്തുകൊണ്ട്? തീർച്ചയായിട്ടും അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് കൊണ്ടോ ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തത് കൊണ്ടോ ആവാൻ സാധ്യത ഇല്ല. പകരം എടുക്കുന്ന ഫോൺ ആയിരിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, നമ്മൾ ഇത് എനിക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്, പക്ഷെ ആ അറിവ് ഒരു തിരിച്ചറിവായി മാറിയിട്ടില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു മൊബൈൽ ഫോണിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനും കൂടി വെച്ച് നാം ചെലവഴിക്കുന്ന ആ ഒരു ആ ടൈം നാളത്തേക്ക് എനിക്ക് ഉപകാരത്തിനാണോ നാളത്തേക്ക് എനിക്ക് ഉപദ്രവത്തിനാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് ഉണ്ടായാൽ മാത്രമേ നമ്മൾ നമ്മുടെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുള്ളൂ. ഏതുപോലെ നേരത്തെ സൂചിപ്പിച്ച ആ കത്തി ഉപയോഗിക്കാൻ പഠിച്ചതുപോലെ. നമുക്ക് ആ കത്തിയുടെ ഭവിഷ്യത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു വസ്തു മാത്രം, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇന്റർനെറ്റ് യുഗത്തിലെ ആ ഒരു നെറ്റ് കണക്ഷൻ ഉള്ള ഏത് സാധനം ആയിക്കോട്ടെ, അത് നമ്മളുടെ ലൈഫിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നും നമ്മുടെ ലൈഫിൽ അത് നമുക്ക് എത്രമാത്രം ഉപകാരപ്പെടുത്തുന്നുണ്ട് എന്നും നമുക്കറിയാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, ഏതൊരു വീടും പുതിയ ഒരു ഹൗസ് വാമിംഗ് നടക്കുന്ന സമയത്ത് ഒരു കത്തി ഇല്ലാത്ത വീടുണ്ടാവോ? നമുക്ക് കത്തിയില്ലാത്തൊരു വീടിനെ സങ്കല്പിക്കാൻ വേണ്ടി പറ്റുമോ? കത്തിയില്ലാത്തൊരു വീട് നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? കത്തിയും നമ്മുടെ ജീവനും തമ്മിൽ എന്താണ് കണക്ഷൻ? നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം. ആ ജീവൻ നിലനിർത്താൻ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭക്ഷണ സാധനത്തെ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കത്തി ഉപയോഗിക്കണം. ഇനി നമ്മളത് ഉപയോഗിച്ചിട്ടില്ല, മാർക്കറ്റിൽ നിന്ന് കട്ട് ചെയ്തത് തന്നെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ സാധനം ഏതെങ്കിലും ഒരാളത് ഉപയോഗിച്ചിരിക്കും, ഇല്ലേ? അപ്പൊ അത്രത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിനോട്, ഒരു മനുഷ്യ ജീവിതത്തെ സ്മൂത്തായി മുമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എല്ലാവരും പേടിക്കുന്ന ഈ ഒരു ആയുധമായ ഒരു കത്തി നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് നാം നമ്മുടെ വീടുകളിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഈ ഒരു നമ്മുടെ കയ്യിലുള്ള ഡെവിസിനെ നമ്മൾ എല്ലാവിധ ഇന്റർനെറ്റ് സൗകര്യങ്ങളോടും കൂടി, ഏറ്റവും നല്ല ഫാസ്റ്റിങ്ങിലുള്ള നെറ്റ് കണക്ഷനോട് കൂടി തന്നെ നമ്മൾ ഏതുപോലെയാണ്, മൂർച്ചയില്ലാത്തൊരു തിരുമ്പ് പിടിച്ച കത്തി വീട്ടിലുണ്ടായിട്ട് നമുക്ക് കാര്യമുണ്ടോ? കത്തി ഉണ്ടെന്ന് പറയാൻ വേണ്ടി മൂർച്ചയില്ലാത്തൊരു കത്തി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതേപോലെ എനിക്കൊരു ഡെവിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇനി ഇന്റർനെറ്റ് കണക്ഷൻ്റെ പേരിനൊരു നെറ്റ് കണക്ഷൻ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ നെറ്റിന് നല്ല സ്പീഡോ റേഞ്ചോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ? അത് ഷാർപ്പിനാവണ്ടേ? അപ്പൊ കയ്യിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഷാർപ്പനാവണം. കയ്യിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത്രയും പവർഫുൾ ആയിരിക്കണം. നമ്മുടെ മൊബൈൽ ഫോൺ പഴയ ഏതെങ്കിലും ഒരു വേർഷൻ ആണെങ്കിൽ നമുക്കിപ്പോൾ പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ അതിൽ കയറ്റാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പുതിയ വർഷം നമുക്ക് അപ്ഡേഷൻ ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തെ സ്മൂത്താക്കി കൊണ്ടുപോകാൻ വേണ്ടി. ഈ ജീവിതത്തെ സ്മൂത്താക്കി കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലുള്ള കത്തികളെ നമ്മൾ ഷാർപ്പൻ ചെയ്ത് അതിന് നല്ലപോലെ മൂർച്ച ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ആ കത്തിയെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി, നല്ല മൂർച്ച കൂട്ടിയ പവറുള്ള കത്തിയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടി ആയിരിക്കും അതിൽ ഉപയോഗിക്കുന്നത്.
പഴയ മൂർച്ചയില്ലാത്തൊരു കത്തി ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കുമോ? നല്ല ഷാർപ്പൻ ചെയ്ത, അതല്ലെങ്കിൽ ഒരു പുതിയ കത്തിയാണ് കൊണ്ടുവന്നത് വീട്ടിലാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, ശ്രദ്ധിച്ചോ പുതിയതാണ്, അതിൽ നല്ല മൂർച്ചയുണ്ട് നമ്മൾ പറയാറില്ലേ? എന്നാൽ എന്തുകൊണ്ട് ആ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോ അതിൽ നല്ല സ്പീഡുള്ള നെറ്റ് ഉണ്ട് എന്ന് നമ്മൾ ആരും പറയുന്നില്ല? അപ്പൊ ഈ ഒരു നമ്മൾ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്, മൊബൈൽ ഫോണാണ് നമ്മുടെ ജീവനെ തകർക്കുന്നത്, നമ്മുടെ ഫാമിലി ബന്ധത്തെ തകർക്കുന്നത് എന്ന്. ഒരിക്കലും മൊബൈൽ ഫോൺ അല്ല തകർക്കുന്നുള്ളത്, അതിനെ ഉപയോഗിക്കുന്ന രീതിയാണ്. നമ്മുടെ വീട്ടിലുള്ള കത്തി എടുത്ത് നമ്മൾ ഒരാളെ കുത്തിക്കൊന്നിട്ട് കത്തിയാണ് തകർക്കുന്നത് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഒരു വർഷം 2 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഒരു വീട്ടിൽ എത്ര പേരെ കൊലപ്പെടുത്തിയത്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ കത്തിയാണ് അവരെയൊക്കെ കൊലപ്പെടുത്തിയത് എന്നുള്ളത്? ഉണ്ടോ? ഇല്ല. നമ്മൾ ആ ആയുധത്തെ അവിടെ കുറ്റപ്പെടുത്തുന്നില്ല, പകരം ആ ആയുധത്തെ ഉപയോഗിച്ച വ്യക്തിയെ ആ തരത്തിലേക്ക് ആക്കപ്പെട്ടതിനെ, അതിനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നുള്ളത്. എന്നാൽ എന്തിന് നമ്മൾ ഈ പാവം ഡെവിസുകളെ കുറ്റപ്പെടുത്തുന്നു? നമ്മൾക്ക് കിട്ടിയതിൽ നിന്ന് അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു അവയർനെസ്, ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ കൂട്ടത്തിൽ ഡോക്ടേഴ്സും എഞ്ചിനീയറും വക്കീലും അങ്ങനെ എല്ലാ മേഖലയിലും പഠനം പൂർത്തിയവരുണ്ട്, എല്ലാത്തിലും ഡിഗ്രിയും PGയും PhDയും എടുത്തവരുണ്ട്. പക്ഷേ ഏത് ഡിഗ്രിയും ഏത് PGയും ഏത് PhDയും ലൈഫിനെ പഠിപ്പിക്കുന്നില്ല, ജീവിതത്തെ പഠിപ്പിക്കുന്നില്ല. ജീവിതം പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ജീവിച്ച് തന്നെ പഠിക്കാനുള്ള ഒരു വസ്തുവാണ്. ആ ജീവിതത്തെ ജീവിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഏത് പോസ്റ്റിലായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, നമ്മൾ സ്വന്തത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ റബ്ബിലേക്ക് കണക്ഷൻ ആവുക. നമ്മളെ ഈ നിമിഷവും ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഈ നിമിഷവും ഞാനും നിങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്ന ബ്രീത്ത്, ഈ നിമിഷവും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ അറിയാതെ ഞാൻ ബ്രീത്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുമ്പോഴും നിങ്ങൾ അറിയാതെ നിങ്ങൾ ബ്രീത്ത് എടുക്കുന്നുണ്ട്. അതാരാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളത്? ആ ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ, ആ ഒരു ബന്ധം നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏത് സാധനം ആയിക്കോട്ടെ, അത് നമുക്ക് ചിന്തയോടെ, അല്പം ബോധത്തോടെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അൽഹംദുലില്ലാ നമ്മളുടെ ഈ ഒരു ഡെവിസ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ നെറ്റ് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം നേടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. നമുക്ക് എല്ലാവർക്കും കുറേ സമയം ഇരുന്ന് ഖുർആൻ ഓതി കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് സമയവും സാഹചര്യവും അതിനൊത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഒരുപാട് ദിക്റുകൾ ചെല്ലാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടാവും. പക്ഷേ നമുക്കറിയാം, യൂട്യൂബിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1000 വേണോ 1000 എടുക്കാം, 100 വേണോ 100 എടുക്കാം. ഏതാണോ എടുക്കുന്നത് അത് ചൊല്ലലോട് കൂടി നമുക്ക് അങ്ങനെ ചൊല്ലിക്കൊണ്ട് പോവാം അല്ലെ? 1000 ദിക്റ് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിലെ പണി പകുതിയും കഴിയും. അപ്പൊ അങ്ങനെ നമുക്ക് ഔറാദുകൾ ചെല്ലാൻ വേണ്ടി ഒരു കിതാബ് എടുത്തിരിക്കേണ്ട, ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കേണ്ട, നമുക്ക് എണ്ണം പിടിക്കാൻ വേണ്ടി ഒരു കൗണ്ടർ കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് നമ്മുടെ ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിവൈസിന്, ഈ ഒരു മൊബൈൽ ഫോണിനോ ഈ ഒരു ഇന്റർനെറ്റിനോ നമ്മൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കേണ്ടിയിരിക്കുന്നു? നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുമ്പോൾ നമ്മൾ ഇതിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടി വരും? ഇനി ആ ഒരു സാധനത്തിന് വേണ്ടി, ആ ഒരു നെറ്റ് കണക്ഷനിക്കോ ആ ഒരു ഡെവിസിനോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നൽകുന്നുണ്ടെങ്കിൽ, ആ ഒരു ഡെവിസ് നമുക്ക് വാങ്ങിച്ചു തന്ന വ്യക്തിക്ക് നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടി വരും? ഇനി അതെല്ലാം പോവട്ടെ, ആ സാധനം കണ്ടുപിടിച്ച വ്യക്തിക്ക് നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടി വരും? നമുക്കറിയാം, ഏറ്റവും ഫാസ്റ്റിങ്ങിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് അല്ലെ? നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമുക്കൊരു ലാൻഡ് ഫോണിനെ പോലും അറിയില്ല. അറിയോ? ഇല്ല. ഞാനും കൂടി അറിയാനായതിന്റെ ശേഷമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാടുകളിൽ ലാൻഡ് ഫോൺ സിസ്റ്റം വന്നത്. ആ ലാൻഡ് ഫോൺ ആദ്യമായി വന്ന സമയത്ത് നമുക്കെല്ലാം എന്തൊക്കെ അത്ഭുതമായിരുന്നു അല്ലെ? ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു, അതിലേക്ക് റിങ് അടിക്കുന്നു, അപ്പൊ നമ്മൾ പോയി ഫോൺ എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കേൾക്കാൻ വേണ്ടി പറ്റുന്നു. എന്തൊരു അതിശയായിരുന്നു. പിന്നീട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൊബൈലായി വന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയിലുണ്ടോന്നറിയില്ല, ആ മൊബൈൽ ഫോൺ ആദ്യത്തെ കാലത്തിൽ ആ ഫോൺ വന്നാലും എടുത്താലും അതിൽ അങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും അതിന് ക്യാഷ് തീരുന്ന ഒരവസ്ഥ. അതൊക്കെ കഴിഞ്ഞ് അപ്ഡേഷനായി ഇന്ന് നാം കാണുന്ന ആ ഒരു കുഞ്ഞ് സ്ക്രീനിലേക്ക് എത്ര ഫാസ്റ്റിങ്ങിലാണ് മൂവ് ആയിട്ടുള്ളത്.
ആ അത്രയും ഫാസ്റ്റിലേക്ക് ഈ എത്തിയിട്ട് ഈ ഒരു ഭൂമിയെ മൊത്തം നമ്മുടെ ആ ഒരു ഉള്ളം കൈയിലേക്ക് എടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഇന്ന് ഈ ഒരു ദിവസത്തിനെ ആക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആ ഒരു പ്രക്രിയയിലേക്ക് മാറ്റി തന്ന ആ വ്യക്തികൾക്ക് നമ്മൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു റമദാനിൽ എന്നെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ലേ? അപ്പൊ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജേണിയിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനുള്ള അവസ്ഥകൾ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അല്പം ശ്രദ്ധയോടെ കൂടി, നമ്മൾ അല്പം സൂക്ഷ്മതയോടെ കൂടി നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നാളത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടായി നമുക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ കൂടിയിട്ട്, എല്ലാവർക്കും ബോധ്യത്തോട് കൂടിയിട്ട്, ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഓരോ ദിവസത്തിലും ആ ഒരു തിരിച്ചറിവോട് കൂടി, ആ ഒരു അവയർനെസ്സോട് കൂടി നമുക്ക് പോകാൻ വേണ്ടി പറ്റട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇതിലിപ്പോ പുതുതായി വന്ന കുറച്ച് പേരുണ്ട്. അത് ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇന്ന് സെൻഡ് ചെയ്യും. അതിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ഡിസ്കഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് റമളാനുമായി ബന്ധപ്പെട്ട ചെറിയൊരു വർക്ക് ഇൻഷാല്ല തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വർക്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ അത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം. ഇൻഷാല്ല എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആരാണോ അത് ചെയ്യുന്ന വ്യക്തി അവർക്ക് വേണ്ടിയിട്ട് മാത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. ഗ്രൂപ്പിൽ വിവരം അറിയിക്കാം. ഗ്രൂപ്പിൽ വിവരം അറിയിക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? എന്നെ ബോധിപ്പിക്കാനല്ല, അല്ല, നിങ്ങൾക്ക് സ്വയം നിങ്ങൾ അത് ചെയ്തു എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മാർക്ക് അവരുടെ അറിയിക്കണം എന്നുള്ള ഒരു ബോധ്യം വരുമ്പോൾ നിങ്ങൾ അത് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് ബോധ്യപ്പെടുത്താനോ അത് ആ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി തരാനോ ഒന്നുമല്ല. പകരം നിങ്ങൾ ആ മാർക്ക് അവിടെ ഇടണമല്ലോ എന്നുള്ള ഒരു കാരണം കൊണ്ടെങ്കിലും നിങ്ങൾ അത് ചെയ്യും. അത് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. അത് ചെയ്താൽ ഞാൻ അത് പറഞ്ഞു തരികയും നിങ്ങളത് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്കും അതിനുള്ള പ്രതിഫലം ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.